പി എന്നത് ക്യൂവിൻ്റെ തെക്ക് ഭാഗത്തും ആർ എന്നത് ക്യൂവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും ആയാൽ പി എന്നത് ആറിൻ്റെ ഏത് ദിശയിലാണ്? പി എന്നത് ക്യൂവിൻ്റെ തെക്ക് ഭാഗത്ത്. അപ്പോൾ ക്യൂ നമുക്ക് ആദ്യം അടയാളപ്പെടുത്താം. ഇതാണ് ക്യൂ. ക്യൂവിൻ്റെ തെക്ക് ഭാഗത്താണ് പി. തെക്ക് ഭാഗം പറയുമ്പോൾ കീഴ്പോട്ടാണ്. ക്യൂവിൻ്റെ തെക്ക് ഭാഗത്താണ് പി. ക്യൂവിൻ്റെ തെക്ക് ഭാഗത്ത് നമ്മൾ പി അടയാളപ്പെടുത്തി. ഇനി ക്യൂവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ആർ. ക്യൂവിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഇവിടെയാണ് വരിക. ക്യൂവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്, ഈ ഭാഗത്താണ് എന്ത്? ആർ. ചോദ്യം എന്താണ്? പി എന്നത് ആറിൻ്റെ ഏത് ദിശയിൽ? പിയും ആറും തമ്മിൽ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പി എന്നത് ആറിൻ്റെ ഏത് ദിശയിലാണ്? ഉത്തരം കാണാൻ നമ്മൾ ഇതിങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ ഇത് ഏതാ ദിശ? ഇത് കിഴക്കാണ്. ഇത് ഇങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ ഇത് ഏതാ ദിശ? ഇത് തെക്കാണ്. അപ്പോൾ ആറുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ പി എന്നത് ഇൻ്റെയും എസിൻ്റെയും കോണോട് കോൺ വരുന്നുണ്ട്. അതായത് ഇത് കിഴക്കാണ്, ഇത് തെക്കാണ്. അപ്പോൾ ആറുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പി എവിടെയാണ്? ആറിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് വരിക. ഇത് എവിടെയാണ് വരിക? ആറിൻ്റെ തെക്ക് കിഴക്ക്. ഉത്തരം തെക്ക് കിഴക്ക് എന്നാണ് ഉത്തരം. തെക്ക് കിഴക്ക്.